ഹലോ, നമുക്കിന്ന് ആലിയ ഭട്ട് ഫേമസ് ആക്കിയ മിൽക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? അതെ, നമ്മൾ ഡ്രസ് ലെച്ചേഴ്സ് തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മൾ കേക്കിന് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല. ആദ്യമൊക്കെ ഞാൻ മൈദപ്പൊടിൻ്റെ കൂടെയായിരുന്നു ഉപ്പ് ചേർക്കാറുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാരയും ഇതേ രീതിയിൽ തന്നെ ആദ്യം ഞാൻ പൊടിച്ചിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പൊടിക്കാറില്ല. പൊടിക്കാതെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അത് അതിൻ്റെ മുട്ടൻ്റെ കൂടെ നല്ല പോലെ തന്നെ മെൽറ്റായി വരുന്നുണ്ട്. അതിൻ്റെ തരികളൊന്നും കേക്കിലൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പൊടിക്കാതെയാണ് പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര മതിയാവും. പൊടിച്ചിട്ടാണെങ്കിൽ 1 കപ്പ് മൊത്തമായിട്ട് പഞ്ചസാര എടുക്കണം. പിന്നെ പലരും പറയൽ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ മുട്ട പൊങ്ങി വരില്ല എന്നാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ലോയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്യുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെയുള്ള കണ്ടെയ്നറിലായിട്ട് മൈദപ്പൊടി അരിച്ചെടുത്ത് വെക്കലാണ് പതിവ്. 2-3 കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കും. നമുക്ക് പെട്ടെന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ വേഗം ചെയ്ത് കൊടുക്കേണ്ടിയിട്ടാണ്. പിന്നെ 2 ആഴ്ചയൊന്നും വെച്ച് കഴിഞ്ഞാൽ കേടായി പോവാറില്ല. നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ കുറേശ്ശെയായിട്ട് ബാറ്റർ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അധികം ഫോഴ്സ് ചെയ്യാണ്ട് ഫോൾഡ് ചെയ്യുക. വളരെ സ്ലോ ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ബിഗിനേഴ്സിലാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് അധികം ശക്തി കൊടുക്കാണ്ട് സ്ലോ ആയിട്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റുള്ള സോഫ്റ്റായ നല്ല കേക്ക് കിട്ടും. അപ്പോൾ ഇതേപോലുള്ള ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എല്ലാം പോവാനാണ്. അപ്പോൾ ഇന്നത്തെ കേക്ക് ഗ്യാസ് സ്റ്റോപ്പറിലാണ് വെക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇന്നത്തെ കേക്ക് ഗ്യാസ് സ്റ്റോപ്പറിൽ വെക്കാൻ ഒരു കാരണമുണ്ട്. നമ്മൾ മിൽക്ക് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. മിൽക്ക് കേക്കിൻ്റെ ഉൾഭാഗം നല്ല വൈറ്റ് കളർ വേണം. നമ്മൾ ഓവനിൽ വെക്കുന്ന ടൈമിൽ ഒരു ബ്രൗണിഷ് കളറായിരിക്കും കേക്ക് ഉണ്ടാവുക. ഗ്യാസ് സ്റ്റോപ്പറിൽ വെക്കുമ്പോൾ കേക്കിന് ആ വൈറ്റ് കളർ തന്നെ ഉണ്ടാവും. മിൽക്ക് കേക്കിന് വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഹോളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 30 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഓക്കെയാണ്, കേക്ക് കറക്റ്റ് ടെക്സ്ചറിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് കേക്കിൻ്റെ മെയിനായിട്ടുള്ള മിൽക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് 1 കപ്പ് പാല്, 250ൻ്റെ 1 കപ്പ് പാല്, അതിൽ തന്നെ 1 കപ്പ് മിൽക്ക് മെയ്ഡ്, 250ൻ്റെ 1 കപ്പ് മിൽക്ക് മെയ്ഡ്. പിന്നെ ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250ൻ്റെ 1 കപ്പ് ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം ആയാലും മതിയാവും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. നമ്മൾ കേക്കിൻ്റെ രാജാവ് എന്നൊക്കെയാണ് ഈ കേക്കിന് പറയാറുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ജസ്റ്റ് മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവുള്ളതുപോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് തണുക്കണം. ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ കേക്ക് ടിന്ന് ഇതിൻ്റെ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടിന്നാണ്. അത് കിട്ടാത്തത് കൊണ്ട് മാത്രം നമ്മളിത് ഡ്രീം കേക്കിൻ്റെ ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർക്ക് അത് കുഴപ്പമില്ല, ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറായിട്ട് തന്നെ നമ്മൾ മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നുള്ളത്.
കണ്ടോ, കേക്കിന് ഈ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പറിൽ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലയിലേക്കായിട്ട് മാജിക്കൽ ടേസ്റ്റി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സിറപ്പാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നല്ല പോലെ നമുക്കിനി സോക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു 2 ടീസ്പൂണ് ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക. നല്ല എല്ലാ വശത്തേക്കും നല്ലപോലെ കുത്തി കൊടുക്കണം. ഈ സിറപ്പ് നല്ല രീതിയിൽ തന്നെ കേക്കിലേക്ക് അബ്സോർവ് ചെയ്യണം. കേക്ക് നല്ലപോലെ ഈ സിറപ്പ് കുടിച്ചെടുക്കണം. അപ്പോഴാണ് ഈ മിൽക്ക് കേക്കിൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ 2-3 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ആദ്യം ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് എത്രമാത്രം അബ്സോർവ് ചെയ്യുന്നു അത്രമാത്രം കേക്കിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം നമ്മൾ 2-3 പ്രാവശ്യം കൂടി ഇതിൻ്റെ മേലയിലേക്ക് ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഇതേപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ കുറച്ച് മിൽക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ലപോലെ തണുക്കും. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടാനാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ടിങ്ങും കൂടി ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രീം ചെയ്യലാണ്. അപ്പോൾ ഞാനിത് ആ ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പാത്രത്തിലെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് കഴിയുമെന്ന് വിചാരിക്കും. പക്ഷെ പാത്രത്തിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും അത് നമുക്ക് ടച്ച് ചെയ്ത് വരുന്നത് കൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്ത് ലെവലാക്കി വരാൻ കുറച്ച് പണിയാണ്. കാണുന്നത് പോലെ അത്ര സിമ്പിളല്ല. അപ്പോൾ ഞാനൊരു കാർഡ് വെച്ചിട്ടാണ് അതിൻ്റെ മേൽഭാഗം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ക്രീം മേലയിൽ വരേണ്ടത് കൊണ്ട് കുറച്ചും കൂടി ക്രീം ഇട്ടിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇത് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അവർക്കൊരു ആനിവേഴ്സറി തീമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കുറച്ച് ഹാർട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിമും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മാച്ചായിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഹാപ്പി ആനിവേഴ്സറി എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയ ക്രീം വർക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആനിവേഴ്സറി കേക്ക് എങ്ങനെ ഇതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നല്ലോ ആദ്യം ടെൻഷൻ അടിച്ചിരുന്നു. അപ്പോൾ ഇതാ ചെറിയൊരു രീതിയിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പം നേരത്തെ കണ്ടെയ്നറിൽ മിൽക്ക് ആക്കിയത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.